കാരണം നമ്മളുടെ ചുറ്റുപാടും നിൽക്കുന്ന മനുഷ്യരുടെ സ്നേഹവും സന്തോഷത്തിലുമാണ് നമ്മൾക്ക് ഒരുപാട് സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ട് ഇല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ജീവിക്കുമ്പോൾ കുടുംബമായാലും സമൂഹമായാലും ജോലി ചെയ്യുന്ന ഭാഗത്തായാലും ആത്മീയതയായാലും നമ്മൾ സന്തോഷിക്കണമെങ്കിൽ, ശരിക്കും നമ്മൾ സന്തോഷം കണ്ടെത്തണമെങ്കിൽ ഒപ്പം നിൽക്കുന്നവരും സന്തോഷം ഉണ്ടാകണമെന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഉണ്ടാകണം. അതായത് നമ്മൾ അടുത്ത് നിൽക്കുന്നവർക്ക് നമ്മൾ എന്താണ് കൂടുതൽ നമ്മളുടേതായ ഒരുപാട് കാര്യങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്ത് അവരെ ഉൾക്കൊണ്ട് അവരെ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ സാധിക്കാവുന്നത് നമ്മൾ ചെയ്തു കൊടുത്തിട്ടാണ് നമ്മൾ കുടുംബം എല്ലാം പരിപാലിച്ചു പോരുന്നത്. പറ്റാവുന്നതൊക്കെ നമ്മൾ പരമാവധി നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടും ജീവിച്ചു പോകുമ്പോൾ വീണ്ടും ദുഃഖങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നല്ലാതെ തന്നെ പുറമേ നിന്ന് വരുന്നുണ്ട് നമുക്ക് പലതരത്തിലും. കാരണം തെറ്റിദ്ധാരണകൾ മനസ്സിലാക്കാൻ സാധിക്കുക, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് നമ്മൾ എപ്പോഴും എന്താ പറയുക, അത് മാറ്റി വീണ്ടും ആ സന്തോഷത്തിനും സ്നേഹത്തിനും വേണ്ടി വീണ്ടും വീണ്ടും പുറകെ നടക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ട്. ശരിയായ മനുഷ്യരെ ഒരുവിധമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് അവരുടെ ഉള്ളിൽ ഒരു തെറ്റിദ്ധാരണ വന്ന് നമ്മളോട് സ്നേഹക്കുറവ് വന്ന് നമുക്കത് വേദന ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും ചെയ്യുന്നതാണ്. അപ്പോൾ അത് മാറ്റാൻ ശ്രമിക്കും, വീണ്ടും വരും. അങ്ങനെ പോയി ശരിക്കും കാലം കഴിക്കുന്നുണ്ട്. ശരിക്കും അതിനെക്കുറിച്ച് ഗുരു അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു പരിധി വരെ മാത്രമാണ് നമ്മൾ അതിനൊക്കെ, അതായത് നമ്മൾ കാരണം വേദനിപ്പിക്കാതിരിക്കാനായിട്ട് നമ്മൾ നോക്കുക. ഒപ്പം തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ച് സാധിക്കാവുന്ന ചെയ്തു കൊടുക്കുക. തീർച്ചയായിട്ടും പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ സദ്ഗുണങ്ങളെ, ആ സ്നേഹത്തിന്റെ ആത്മാർത്ഥതയൊക്കെ നമുക്ക് തന്നെയാണ് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വിഷമം അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമുക്ക് ഒരു മോചനം കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക, പക്ഷേ അവരിലേക്ക് അടിയറവ് പറയാതെ നമ്മൾ നമ്മളുടേതായ സ്വയം ആ ഒരു ബോധത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് നമ്മളെ അറിയാനായിട്ട് നമ്മളുടെ മനസ്സ് അത് അപ്പം നമ്മളതിനെ പഠിക്കണം ആദ്യം തന്നെ നമ്മൾ അല്ലേ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിലെ കുറവുകൾ ആദ്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ളവർ അപ്പോൾ തന്നെ നമുക്ക് മറ്റുള്ളവരെ ഒന്ന് നമുക്ക് സഹിക്കാനും ഒപ്പം തന്നെ അവരെ സ്നേഹിക്കാനും, കുറവുകളുണ്ടെങ്കിലും നല്ല വശങ്ങളെ ഉൾക്കൊണ്ട് നമുക്ക് സ്നേഹിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നമ്മളെപ്പോഴും അസ്വസ്ഥതമാകും നമ്മുടെ ഉള്ളിൽ ദേഷ്യവും അല്ലെങ്കിൽ വിഷമവും സങ്കടമൊക്കെ വരുമ്പോഴാണ്. അത് കാരണങ്ങൾ പലതാകാം. നമ്മളതിൻ്റെ മൂലകാരണങ്ങളൊന്നും ഒരിക്കലും ചകഞ്ഞ് ചിലപ്പോൾ പോകില്ല. അതാത് സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആ സ്വസ്ഥത പ്രകടമാക്കുകയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ച് നമ്മൾ നമ്മെ തന്നെ പറ്റി ചിന്തിക്കുക. അപ്പോൾ നമ്മളെന്താണ് കുറേ മനസ്സുകളുടെ അത് ഗുരു ഈ 4 വരിയിൽ നിന്ന് പറയുന്ന നമ്മൾ മാനസിക നില നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ കുറവുകളെയൊക്കെ പരിഹരിച്ച്, മനുഷ്യ മനസ്സുകൾ ഇങ്ങനെ ചഞ്ചലപ്പെട്ട് ഓടിക്കൊണ്ട് നടക്കുന്നതാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി മറിഞ്ഞും ഒക്കെ എപ്പോഴും ചിന്തകൾ ഒരു പരിധി വരെ അതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട്, അല്ലാതെ അലയാൻ വിടാതെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് ഇങ്ങനെ ഇതിലാഴത്തിൽ നമ്മൾ അതിനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ ഗുരുതത്വങ്ങളൊക്കെ മനനം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഒരുവിധം ആ മനസ്സിൻ്റെ ആ ഒരു താളപ്പിഴകളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അത് സ്വമേധയാ വന്ന് നമുക്ക് ചേരും. ആ തെറ്റാണ് എന്നുള്ളതും ശരിയല്ല എന്നുള്ളത് നമ്മൾ ഭൗതികമായി നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്ത് നമ്മളതിന് ആ ഒരു കാര്യത്തെ നമ്മൾ ശരിയാണെന്ന് അനുവർത്തിച്ച് നിന്നാലും തെറ്റാണെങ്കിൽ നമ്മൾ ആന്തരികമായി നമുക്കൊരു ഉത്ബോധത്തിൽ നമുക്കത് പറഞ്ഞു തരും. അതിൽ ചെറിയൊരു കുഴപ്പമുണ്ട്, ശരിയല്ല, അതിൽ ഇങ്ങനൊരു തെറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് സ്വമേധയാ നമുക്ക് തന്നെ ഒരു ഉൾവിളി പോലെ നമുക്ക് പറയും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്ത് തെറ്റാണെങ്കിൽ ആ തെറ്റിനെ നമ്മൾ അംഗീകരിക്കാനായിട്ട്, ഒരു തെറ്റാണെന്ന് നമുക്ക് പറയാനായിട്ട് ഉറച്ചു വരണം. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആ വിശ്വസിക്കുന്ന പ്രപഞ്ച ചൈതന്യത്തിനോടെങ്കിലും ആ തെറ്റേറ്റ് പറഞ്ഞ് നമ്മൾ അതിൽ ഇതാകണം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് സമാശ്വാസമായി. അപ്പോൾ നമ്മൾ വീണ്ടും അത് ചെയ്യാതിരിക്കുകയും ഒപ്പം തന്നെ അങ്ങനെ ജീവിച്ചു പോകാനും നമുക്ക് പറ്റും ഭൗതിക ജീവിതത്തിലാണെങ്കിലും. പിന്നെ ആത്മീയതയിലും ഈ പറഞ്ഞ മാതിരി ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളെ തന്നെയാണ്. കാരണം ആത്മീയതയുടെ ഏറ്റവും ഉയർന്ന തലം എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്തിത്വത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ഒരു തിരിച്ചുപോക്കാണ് ശരിക്കും. അവിടെയാണ് എല്ലാം പൂർണ്ണമാകുന്നത് എന്ന് തോന്നുന്നു.
ഗുരു പറയാറുണ്ട്, നമ്മളിലെ നമ്മളെ ആദ്യം കണ്ടെത്തി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. അതിനെ സാക്ഷാത്കരിക്കാനായിട്ട് നോക്കാം. ആ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഒരു അംശം തന്നെയാണല്ലോ നമ്മളിലും ചൈതന്യമായി നിലകൊള്ളുന്നത്. അതിനെ തന്നെ തിരിച്ചറിയാനായിട്ട് നമ്മൾ ചൈതന്യത്തിന്റെ നിലയിലേക്ക് ആത്മീയതയിൽ വന്ന് നമ്മൾ ആത്മാവിനെ അറിഞ്ഞ് അനുഭവിക്കുമ്പോൾ അവിടെ മനസ്സിന് പ്രാധാന്യമില്ല, മനസ്സില്ലല്ലോ. മനസ്സില്ലാണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചിട്ടാണ്. പക്ഷെ നമുക്കത് വീണ്ടും ആ ഒരു ധ്യാനം ആ അവസ്ഥയിൽ നിന്ന് വരുമ്പോൾ വീണ്ടും കർമ്മത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ മനസ്സ് വരുന്നുണ്ട്, കർമാശയങ്ങൾ രൂപപ്പെടുന്നു, പിന്നെ കർമ്മം ചെയ്യുന്നു. അപ്പൊ എല്ലാ ആ അതിലൊക്കെ പക്ഷെ ആ മനസ്സിനൊരു വേർതിരിച്ചറിവോട് കൂടിയുള്ള ഒരു മനസ്സോട് കൂടിയാണ് നമ്മൾ പിന്നെ പ്രവർത്തിക്കുക. ഇതിൽ വന്ന അനുഭവം ത്തോടുകൂടി നന്നായി കൊണ്ടുപോകുന്നവർക്ക് ആ മനസ്സ് വേർതിരിച്ച ഒരു അറിവോടുകൂടി, ഒപ്പം തന്നെ അതിൽ ഉപബോധ മനസ്സിൻ്റെ, അതായത് ഇപ്പം രണ്ട് മനസ്സ് വരുന്നുണ്ട്, മനസ്സ് അല്ലേ, മനസ്സുണ്ട്, ഉപബോധ മനസ്സുണ്ടല്ലോ, ബോധ മനസ്സുണ്ട്. അപ്പം അത് കൂടുതലും ശരിക്കും പറഞ്ഞാൽ ഉപബോധ മനസ്സിനെ നമ്മൾ ആക്റ്റീവ് ചെയ്യാതെയാണ് സാധാരണ തരത്തിൽ കൈകാര്യം ചെയ്യുക. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ചിലപ്പോൾ ഒരു പക്ഷെ അതിൽ പല സ്വാർത്ഥപരമായ ആഗ്രഹങ്ങളും ഒരു ലക്ഷ്യം നേടണമെങ്കിൽ അങ്ങനെ വേണം, കുറച്ച് രജോ ഗുണം അഹങ്കാരം ഒക്കെ വേണമെന്നും പറയുന്നുണ്ട്. അതായത് ഇന്നത് എനിക്ക് നേടാൻ ഇന്ന രീതിയിൽ പോയി അത് നേടിയേ തീരും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഒരു നേട്ടത്തിലേക്ക് പോകുന്ന വ്യക്തികൾ അതും കൂടി ഉണ്ടെങ്കിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് ചെയ്യുന്നത്. ഒരുപാട് ബിസിനസ് മേഖലകളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഈ നമ്മുടെ മനസ്സിൻ്റെ സ്വാത്വികമായ ഒരു സ്വഭാവം അത് വളർത്തിയെടുക്കുക. ആത്മീയതയിൽ വരുമ്പോൾ സ്വാത്വിക ഗുണം നമ്മൾ നന്നായി ആചാരത്തിലൂടെ പ്രാക്ടീസിലൂടെ നമ്മളത് നന്നായി ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാത്തിനും കർമ്മങ്ങൾക്ക് മാറ്റം വരുമല്ലോ. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ മാറിയ നമ്മളുടെ സത്യസന്ധതയെ നമ്മൾ വീണ്ടും വീണ്ടും സൂക്ഷ്മമായി പരീക്ഷിച്ചറിഞ്ഞ് നമ്മൾ കറക്റ്റാണെന്ന് ഈ പ്രപഞ്ചത്തിന് ഈ പ്രകൃതി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ കിട്ടും ഒരുപാട്. നമ്മൾ തെളിയിച്ചെടുക്കണമല്ലോ ശരിക്കും. അങ്ങനെ വന്നതിന് ശേഷവും പിന്നെ നമ്മൾ വീണ്ടും വേറൊരു മനസ്സിൻ്റെ അടിമയാകാൻ പോകരുത്. എന്നാൽ നമ്മൾ പലരെയും ആശ്രയിക്കേണ്ടി വരും. സമൂഹമാണ്, പലതരം കർമ്മങ്ങളാണ് അല്ലേ, നമ്മൾ എല്ലാവരുടെയും കർമ്മങ്ങൾ ചേർത്ത് വരുമ്പോഴാണല്ലോ നല്ലൊരു പദ്ധതി എന്നെ വിജയിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവരുമായിട്ടും ആ ഒരു സഹകരണം ആവശ്യമാണ്. ഒപ്പം തന്നെ നമുക്ക് ഒരു വ്യക്തിയുടെ സ്നേഹത്തിന് ആ വ്യക്തി എന്നെ സ്നേഹിച്ചാൽ മാത്രമേ എനിക്ക് സ്നേഹം സമാധാനം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ ഉപേക്ഷിക്കണം. ഇവിടെ അതുപോലെ അവർ വിജയിച്ചാൽ മാത്രമാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവർ കറക്റ്റാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ കറക്റ്റ് ആണെന്ന് എനിക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ. അത് തെറ്റാണ്. കാരണം അപര മനസ്സിൻ്റെ ആ വ്യക്തിത്വം തെളിഞ്ഞിട്ടുണ്ടാവില്ല. ആത്മീയമായ ഒരു രീതിയിൽ വന്ന് പൂർണ്ണത എത്താത്ത ഒരു മനസ്സ്, അവിടെ പല ചാബല്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ മനസ്സിനെ നമ്മൾ അപരൻ്റെ മനസ്സിനെ ആശ്രയിച്ചാൽ നമുക്ക് നമ്മുടെ നല്ല ഗുണങ്ങൾ നമ്മൾ ഇപ്പം തെളിയിച്ചെടുത്തത്, കാരണം നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് സംസ്കരണം എപ്പോഴും ആവശ്യമാണ്. മുജ്ജന്മങ്ങളാൽ വന്നൊരു സംസ്കാരം അവിടെ കിടപ്പുണ്ടായിരിക്കും, അത് നല്ലതുണ്ടായിരിക്കും. എത്ര ബാഡായ സാഹചര്യത്തിൽ ജനിച്ചാലും ചിലരിൽ നല്ല ഗുണങ്ങൾ കാണാൻ കഴിയും. അത് പിന്നെ സാഹചര്യങ്ങളിലൂടെ അച്ഛനമ്മമാർ ആ വളർത്തുന്ന അതിലൂടെയൊക്കെ ഇപ്പോൾ സ്വാർത്ഥപരമായിട്ടാണ് ആ കുട്ടികളെയൊക്കെ വളർത്തിയെങ്കിൽ നമ്മൾ തന്നെ കുട്ടികൾ വലുതായി ഇപ്പോൾ ഇത്രയും പ്രായമായി അല്ലേ, അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ അവരുടെ മനസ്സിലൊക്കെ സംസ്കരിക്കപ്പെടാത്ത പല സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ സംസ്കരിക്കപ്പെടാത്ത ഒരു മനസ്സിൻ്റെ അടിമയായി ആ മനസ്സിൻ്റെ സന്തോഷത്തിനനുസരിച്ച് ജീവിക്കാൻ പോകേണ്ട ഒരു കാര്യവുമില്ല എന്നും കൂടി ഇതിലർത്ഥമാക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിനനുസരിച്ചാൽ നമ്മളും കൂടി സംസ്കരിച്ച മനസ്സിൻ്റെ ഉടമകൾ അതിൻ്റെ സന്തോഷവും ഗുണവും സ്വയം കിട്ടില്ല, മറ്റുള്ളവർക്കും കിട്ടാതെ പോകും. അപ്പം അതും ഒരു തിരിച്ചറിവാണ് നമുക്ക്. അപ്പോൾ അടിമയാകേണ്ട കാര്യമില്ല. എന്നാൽ ഒപ്പം തന്നെ നമ്മളെ പൂർണ്ണമായി സംസ്കരിച്ചുകൊണ്ടേയിരിക്കണം. പൂർണ്ണ ചൈതന്യമായി, പൂർണ്ണ പ്രകാശമായി, പരിശുദ്ധമാക്കിക്കൊണ്ടേയിരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷിക്കാൻ കിട്ടുക. ഒപ്പം തന്നെ നമ്മളുടെ സന്തോഷത്തിൻ്റെ വൈബ്രേഷൻ പതുക്കെ പതുക്കെ ചുറ്റുപാടുകളിൽ അത് ചലനമുണ്ടാക്കും. അത് അവിടെയും സംസ്കരിച്ചെടുക്കും. മാറ്റങ്ങൾ തീർച്ചയായിട്ടും സംഭവിക്കും. അത് നമ്മൾ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോഴേ സംഭവിക്കുള്ളൂ. അതല്ല നമ്മൾ അടിമപ്പെട്ട് പിന്നെയും പോവാന്ന് വെച്ചാൽ അവിടെ മാറ്റം സംഭവിക്കില്ല. അപ്പോൾ
നല്ല നല്ല വശങ്ങൾ, ചീത്ത വശങ്ങളുണ്ടെങ്കിൽ അത് കളയുവാനും നല്ലതാക്കി എടുക്കാനും പരിശ്രമിക്കുക. ഒപ്പം തന്നെ നല്ലത് നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്രദമായി മറ്റ് വ്യക്തിത്വങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് മനസ്സുകളുടെ അടിമകളാകാതെ ജീവിക്കാനുള്ള ഒരു ശക്തി, ജ്ഞാനം എല്ലാം നമുക്ക് ഈ തത്വങ്ങളിൽ നിന്നും ഗുരു തരുന്ന ആത്മീയമായ സാധനകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ. വളരെ വലിയൊരു മെസ്സേജാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ സാധന രീതികളെ നമ്മൾ പിന്തുടർന്ന് സാധന ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞൊരു തത്വം അത് മനനം ചെയ്ത് അത് ധ്യാനിക്കണം നന്നായിട്ട് ധ്യാനിക്കുക. കാരണം നമ്മുടെ ഉള്ളിലുള്ള ആ ബോധത്തിലേക്ക് പോയിട്ട് അവിടെ സൂക്ഷ്മമായതൊക്കെ സംസ്കരിച്ച് കളയുമ്പോഴാണ് അതിന് നമ്മൾ ധ്യാനിക്കാൻ ഇരുന്ന് കൊടുക്കുക തന്നെ വേണം. കുറേ സമയം നമുക്കത് മാറ്റി വെക്കണം നമ്മുടെ ഒരു ഭാഗം. കാരണം അതുകൊണ്ട് നമുക്ക് കൂടുതൽ നന്നായി നമ്മുടെ ഈ പുറത്തേക്ക് വരുമ്പോൾ അത് പ്രയോജനപ്പെടുമല്ലോ. ബാഹ്യ ലോകത്ത് കൂടെയുള്ളവർക്ക് കിട്ടുന്ന ആ ഒരു ബലവും ശക്തിയും ഒക്കെ നമുക്ക് നമ്മളെ തന്നെ സംസ്കരിച്ച് നല്ലൊരു വ്യക്തിത്വം തന്നെയല്ല, നല്ലൊരു മനുഷ്യനായിട്ട് തന്നെ ജീവിതം നിലനിൽക്കാനും ആ ലക്ഷ്യത്തിലേക്ക് എത്താനും നമ്മളെപ്പോഴും സഹായിക്കും. അപ്പൊ തന്നെ കുടുംബത്തിൽ ഇപ്പൊ ഭർത്താവിനായാലും മക്കൾക്കായാലും മാതാപിതാക്കൾക്കായാലും സഹോദരങ്ങൾക്കായാലും അല്ലെ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഇപ്പോൾ അറിയാലോ, ടീച്ചർ തന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലേ, കോടതിയൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെയൊക്കെ എത്ര ബാലൻസ്ഡ് മൈൻഡായിട്ടാണ് നിൽക്കാൻ സാധിക്കുന്നത് ഇല്ലേ? തീർച്ചയായും എപ്പോഴും ഒരു സംഘർഷ ഭരിതമായ സ്ഥലങ്ങളാണല്ലോ. അവിടെയായിരുന്നാലും നമുക്കത് നമ്മുടെ ആ ബാലൻസ് കീപ്പ് ചെയ്ത് നിർത്താൻ പറ്റണം നമുക്ക്. അപ്പോഴാണ് നമുക്ക് ആ ഒരു, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ടെൻഷനായിരിക്കുമല്ലോ, പ്രശ്നബാധിതമായൊരു സംഭവം എപ്പോഴും പ്രശ്നങ്ങളിൽ തന്നെ വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായി. ആ ടെൻഷനും കൊണ്ട് പിന്നെ കുടുംബത്തിലേക്ക് വരും, അവിടെയും ടെൻഷൻ ആവും. അപ്പൊ അതൊക്കെ മാറ്റി നിർത്തി ഈ വേറിട്ടൊരു വീക്ഷണത്തോടു കൂടി അതാത് മേഖലകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ലേ? അപ്പൊ അത് സമൂഹത്തിലെ എല്ലാവർക്കും തന്നെ ആവശ്യമാണ്. കുറച്ച് നമ്മളതിനു വേണ്ടി പ്രയത്നിച്ചാൽ മാത്രം മതി. കുറച്ച് നമ്മളതിന് വേണ്ടി ഇരുന്ന് കൊടുക്കണം. പറഞ്ഞ മാതിരി നമ്മൾ അത് വേണമെന്ന് നമുക്ക് തോന്നണം. ആ ഒരു ഉൾക്കാഴ്ചയോടുകൂടി നമ്മൾ ഇരുന്ന് കൊടുക്കുക, നമ്മൾ വിട്ടുകൊടുക്കുക ആ ഒരു ചൈതന്യ ശക്തിക്ക്. അപ്പോൾ അങ്ങനെ ധ്യാനം ചെയ്യാനായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ആദ്യം നമ്മൾ ഗുരു പറയുന്ന പോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് അതിനൊന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ ആ ഒരു ആ ചൈതന്യത്തിന് സമർപ്പണം ചെയ്ത് നമുക്ക് ഇരുന്ന് കൊടുക്കുക ശാന്തമായിട്ട്. അപ്പോൾ അതിൽ പരിവർത്തനം ക്രമത്തിൽ പെട്ടെന്ന് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഓരോരുത്തരുടെ നില അനുസരിച്ച്, ആത്മസ്ഥിതി അനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് സമയങ്ങളെടുക്കാം, കുറേ സമയങ്ങളെടുക്കാം. എന്നിരുന്നാലും അതൊരു ബലം തന്നെയാണ്. അത് ഏത് വേദാദികളായാലും പറയുന്നില്ല അങ്ങനെ തന്നെ. ധ്യാനം എന്നത് മഹത്തായ ഒരു സാധനയാണ്. അത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതുമാണ്. അപ്പോൾ ആ ഒരു തത്വങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ഗുരുവിൻ്റെ നിർദ്ദേശത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്കത് ഭയാശങ്കകളൊന്നും ഇല്ലാതെ നേർവഴിയിലൂടെ നമുക്ക് ചെയ്യാം.